ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇറച്ചിപ്പുട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അരക്കപ്പ് പുട്ടുപൊടിയിലേക്ക് അരക്കപ്പ് വെള്ളം, ഇതാണ് അളവ്. എങ്കിൽ നമ്മുടെ പുട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. കുറച്ച് ഉപ്പും ഇട്ട് ആ വെള്ളം ഒഴിച്ച് നമുക്ക് ആ പുട്ടുപൊടി ഒന്ന് കുതിർക്കാൻ വെക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇറച്ചി മസാലക്കുള്ള തയ്യാറെടുപ്പ് തുടങ്ങാം. 3 സവാള അരിഞ്ഞ് കറിവേപ്പിലയും എടുത്ത് വേവിച്ച് കുറച്ച് ഇറച്ചും, പിന്നെ മസാലപ്പൊടികൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മീറ്റ് മസാല, ഗരം മസാല, അതെല്ലാ പൊടികളും എടുത്ത് ആവശ്യാനുസരണം നമ്മൾ എടുക്കേണ്ട അത്ര അളവ് തന്നെ പൊടികളും എടുക്കണം കേട്ടോ. പിന്നെ ഇതെല്ലാം ആയി കഴിയുമ്പോഴത്തേക്കും ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായി കഴിയുമ്പോഴത്തേക്കും എണ്ണ ഒഴിച്ച് അത് ചൂടാറുമ്പോഴത്തേക്കും കരിവേപ്പിലയും സവാള ഇട്ട് അത് വാടുന്നത് വരെ ഇളക്കി കൊടുക്കുക. വാടി കഴിയുമ്പോഴത്തേക്കും പൊടികളിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിയുമ്പോൾ നമുക്ക് ഇറച്ചി ഇട്ടിട്ട് മസാലയിൽ പിടിക്കുന്നത് വരെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇറച്ചി മസാല റെഡി. ആ സമയം നമ്മുടെ പുട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ പിന്നെ പുട്ട് കുറ്റിയിലേക്ക് പുട്ടെടുത്തിട്ടാൽ മാത്രം മതി. തേങ്ങ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. ഇതിപ്പോൾ നമുക്ക് തേങ്ങ ഇല്ലാത്തത് കൊണ്ട് ഞാൻ തേങ്ങ എടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കുക. അപ്പോൾ ടേസ്റ്റ് ഒത്തിരി കൂടും. അടിയിൽ ഇറച്ചി വെച്ചിട്ട് മുകളിൽ പുട്ടുപൊടി ഇടുക. നമ്മൾ തേങ്ങ ഇടുന്ന പോലെ തന്നെ ഇറച്ചി ഇടുക, പുട്ടുപൊടി ഇടുക, പിന്നെ മുകളിൽ ഇറച്ചിയിട്ട് സെറ്റ് ചെയ്തിട്ട് വെക്കാം. തേങ്ങ ഉണ്ടെങ്കിൽ കുറച്ച് ടേസ്റ്റ് കൂടും കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വെക്കാത്തത്. മുകളിലേക്ക് ഇറച്ചി കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് അടുപ്പത്ത് കയറ്റി വെക്കാം. അടുപ്പത്തേക്ക് വെച്ച് കഴിഞ്ഞ് ഒരു ആവിയൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എടുത്ത് സെർവ് ചെയ്യാം കേട്ടോ. എൻ്റെ മക്കളെ, ഇത് ഒന്ന് കഴിച്ച് നോക്കണം. അടിപൊളി ടേസ്റ്റാണേ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ. എൻ്റെ വീഡിയോ ആദ്യത്തെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.